ഏറെ കോളിളക്കം സൃഷ്ടിച്ച സന്ദേശ് ഖലയിലെ പീഡന പരാതികൾ ബലാത്സംഗ കേസുകളിൽ പുതിയ വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. പരാതി നൽകിയ ഒരു യുവതി കഴിഞ്ഞ ദിവസം പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. താൻ അങ്ങനെയൊരു പരാതി നൽകിയിട്ടില്ല, തന്നെ ആരും പീഡിപ്പിച്ചിട്ടില്ല. സ്ഥലത്തെ പ്രാദേശിക നേതാക്കൾ തന്നെ വന്ന് കാണുകയും തന്നെ ഭീഷണിപ്പെടുത്തി ഒരു വെള്ള പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങുകയുമാണ് ചെയ്തത് എന്ന തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. അങ്ങനെ അതിന് പിന്നാലെ ആ പരാതി യുവതി പിൻവലിക്കുകയാണ് ചെയ്തത്. അവിടെ പശ്ചിമ ബംഗാളിലെ നോർത്ത് പർഗാനസ് ജില്ലയിലെ സന്ദേശ് ഖലയിലാണ് ഏറെ വിവാദമായി സംഭവം നടക്കുന്നത്. അവിടെ തൃണമൂൽ നേതാവ് ഷെയ്ഖ് ഷാജഹാനും അനുയായികളും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാണ് ഒരു കൂട്ടം സ്ത്രീകൾ അവിടെ രംഗത്തെത്തുന്നത്. ഇതാണ് വലിയ വിവാദമാകുന്നത്. അവിടെ BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള വലിയ രാഷ്ട്രീയ തർക്കങ്ങൾക്കും രാഷ്ട്രീയ പോരിനുമൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ സന്ദേശ് ഖലയിലെ ഈ കേസുകളും വിവാദങ്ങളും ഒക്കെ വഴിവെച്ചിരുന്നു. അതിലാണ് ഇപ്പോൾ പുതിയ വഴിത്തിരിവും പുതിയ ട്വിസ്റ്റും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. ദൗസർ, ഇപ്പോൾ ഈ പരാതി പിൻവലിച്ചുകൊണ്ട് യുവതി നടത്തിയ വെളിപ്പെടുത്തൽ അത് ഈ പരാജയ ഭീതി മൂലം BJP കാട്ടിക്കൂട്ടുന്ന അല്ലെങ്കിൽ BJPയുടെ ഗൂഢാലോചനയിൽ കെട്ടിച്ചമച്ചൊരു കേസാണ് എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയല്ലേ? അല്ല, സന്ദേശ് ഖലി സംഭവം നമ്മൾ കണ്ടത് ഇന്ത്യയിൽ ഇപ്പോൾ ഈ ഇലക്ഷൻ പ്രോസസ്സിലേക്ക് കടന്നതിന് ശേഷം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. സൗത്ത് ഇന്ത്യയിൽ അതത്ര ആയിട്ടില്ല. നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ ദേശീയ ചാനലുകൾ എന്ന വ്യാജപ്പേരിൽ വിളിക്കുന്ന ഈ ഗോദി മീഡിയ എന്നോ ചാണക ചാനലുകളെന്നോ വിളിക്കുന്ന ചാനലുകൾ ഏറ്റവും അധികം ചർച്ച ചെയ്തൊരു വിഷയമാണത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചർച്ച ചെയ്യപ്പെടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ BJP ആഗ്രഹിക്കുന്ന ഒരു വിഷയത്തിൽ BJP ആഗ്രഹിക്കുന്ന എലമെൻറ്റ്സ് എല്ലാം അതിലെ എല്ലാ സ്പൈസി എലമെൻറ്റ്സും അതിനകത്തുണ്ട്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മെയിൻ അക്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവാണെന്ന് മാത്രമല്ല അങ്ങേരുടെ പേര് ഷെയ്ഖ് ഷാജഹാൻ എന്നുള്ളതാണ്. അതിൽ ഇരകളാണെന്ന് പറയപ്പെടുന്ന ആളുകൾ അവർ ഹിന്ദു സ്ത്രീകളാണെന്ന് മാത്രമല്ല ദലിത് സ്ത്രീകളാണ്. അപ്പോൾ ദലിത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത പീഡിപ്പിച്ച ഷാജഹാൻ ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു ഗുണ്ട നേതാവ്, അയാൾ ആര് സംരക്ഷിക്കുകയാണ്? തൃണമൂൽ കോൺഗ്രസ് സംരക്ഷിക്കുകയാണ്. എന്തിനാണ് തൃണമൂൽ കോൺഗ്രസ് സംരക്ഷിക്കുന്നത്? അത് ഇത്തരം ഷാജഹാൻ ഷെയ്ഖിനെ പോലുള്ള ആളുകൾ ഇങ്ങനെ ചെയ്താൽ അവരെ സംരക്ഷിക്കുക എന്നതാണ് ഇവിടെയുള്ള ഈ പറയുന്ന ഇന്ത്യ മുന്നണിയിലെ ആളുകളുടെ പരിപാടി. ഇത് സ്ഥിരമായിട്ട് BJP പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് കണ്ണൂരിൽ ഒരു കോടതി വിധി ഉണ്ടായല്ലോ. പിന്നെ കഴിഞ്ഞ 2022 ഒക്ടോബറിൽ പാനൂരിൽ വിഷ്ണുപ്രിയ എന്ന് പറയുന്ന ഒരു കുട്ടിയെ ശ്യാംജിത്ത് എന്ന് പറയുന്ന ഒരു വീട്ടിൽ കയറി വെട്ടിക്കൊല്ലും. അവർ എന്താണ് പ്രണേതാക്കളായിരുന്നു. പ്രണയം നിരസിച്ചു, തട്ടി. ഇത് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് പല സമയങ്ങളിലായിട്ട്. അപ്പോൾ അതിൽ അയാൾ കുറ്റക്കാരനെന്ന് വിധിച്ചിരിക്കുകയാണ്. അതങ്ങനെയാണ്. ഈ കഴിഞ്ഞ ഏപ്രിൽ 18-ാം തീയതി ഇവിടെ പിന്നെ കർണാടകയിൽ ഹുബ്ലിയിൽ ഒരു സംഭവം ഉണ്ടായി. അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന നേഹ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, 23 വയസ്സേ ഉള്ളൂ. അവളുടെ കാമുകൻ വെട്ടിക്കൊന്നു, ക്യാമ്പസിൽ വന്ന് വെട്ടിക്കൊന്നു. കാമുകൻ്റെ പേര് ഫയാസ് എന്ന് പറഞ്ഞിട്ട്. അത് നോക്കൂ, അത് എത്ര വലിയ രാഷ്ട്രീയ വിവാദമായി മാറി. അത് ഈ പറഞ്ഞ മാതിരി ഈ ഗോദി മീഡിയ അതേക്കുറിച്ച് ദിവസങ്ങളോളം ചർച്ച ചെയ്തു. എന്താണ് വിഷയം? അത് ലവ് ജിഹാദ് മർഡറാണ്. എന്താണോ ശ്യാംജിത്തിൻ്റെയും വിഷ്ണുപ്രിയയുടെയും കാര്യത്തിൽ സംഭവിച്ചത് അത് തന്നെയാണ് നേഹയുടെയും ഫയാസിൻ്റെയും കാര്യത്തിൽ സംഭവിച്ചത്. അവർ ഒന്നിച്ച് പഠിച്ചവരാണ്. ഈ ഫയാസ് എന്ന് പറയുന്നത് അവിടുത്തെ ബോഡി ബിൽഡറായിട്ട് സമ്മാനം നേടിയ ആളാണ്. ബോഡി ബിൽഡിംഗ് കോൺടെസ്റ്റിൽ അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. പക്ഷേ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഭാഷയിൽ പറഞ്ഞ തേച്ചു എന്ന് പറഞ്ഞാൽ ആ ബന്ധം എനിക്ക് താല്പര്യമില്ല എന്ന് നേഹ പറയുന്നു. ബ്രേക്കപ്പായി. അപ്പോൾ ഇവൻ പോയിട്ട് ആ കുട്ടിയെ കൊല്ലുന്നു. ഇത് നോക്കൂ, നമ്മുടെ രാജ്യത്ത് എത്ര നടക്കുന്നതാണ്. പക്ഷേ ഇതിൽ പ്രശ്നം എന്താണ്? ഒരു ഭാഗത്ത് നേഹയാണ്, മറുഭാഗത്ത് ഫയാസാണ്. ഈ നേഹയുടെ കാര്യത്തിൽ വേറൊരു എലമെൻ്റ് കൂടെയുണ്ട്. നേഹയുടെ അച്ഛൻ അവിടുത്തെ മുനിസിപ്പൽ കൗൺസിലറാണ് കോൺഗ്രസിൻ്റെ. അപ്പോൾ ലവ് ജിഹാദികളിൽ നിന്ന് സ്വന്തം മക്കളെ സംരക്ഷിക്കുവാൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും സാധിക്കുന്നില്ല. ഇങ്ങനെയാണ് പ്രചാരണം. ഇത് ചുമ്മാ പറയില്ല. പ്രധാനമന്ത്രി ഇതേക്കുറിച്ച് പ്രസംഗിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏപ്രിൽ 28-നാണ് എൻ്റെ ഓർമ്മ. ഏപ്രിൽ 28-ന് ബെല്ലാരിയിൽ നടന്ന പൊതുയോഗത്തിലെ പ്രധാനപ്പെട്ട വിഷയം ഇതായിരുന്നു. ലവ് ജിഹാദികളെ
എന്തുകൊണ്ടാണ് ഇവർ ലവ് ജിഹാദികളെ ചെറുക്കാതെ പിടികൂടാത്തത്? കാരണം അത് അപ്പീസ്മെൻറ്റ് പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. എന്താണ് അപ്പീസ്മെൻറ്റ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ? പ്രീണന രാഷ്ട്രീയം എന്നത് BJP ഉപയോഗിക്കുന്ന ടെർമിനോളജിയാണ്. അത് പ്രീണന രാഷ്ട്രീയം എന്ന് അവർ ഉപയോഗിക്കുന്നതിൻ്റെ അർത്ഥം മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുക എന്നാണ് അവരുദ്ദേശിക്കുന്നത്. ഫയാസ് എന്ന് പറയുന്ന കാമുകൻ നേഹ എന്ന് പറയുന്ന കാമുകിയെ കൊല്ലുന്നത് അത് കോൺഗ്രസിൻ്റെ പ്രീണന രാഷ്ട്രീയത്തിന്, മുസ്ലിം പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. അവർക്കിതിനെ ചെറുക്കാൻ പറ്റുന്നില്ല എന്നൊരു നെറേറ്റീവാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ വർഷം മെയ്യിൽ ഇതേമാതിരി ഒരു സംഭവം ഡൽഹിയിൽ നടക്കുന്നുണ്ട്. അവിടെ ഒരു 16 വയസ്സായ ഒരു കുട്ടി കൊല്ലപ്പെടുന്നു. അത് ദാരുണമായിട്ടാണ് കൊല്ലപ്പെടുന്നത്, അതിഭീകരമായിട്ട് കൊല്ലപ്പെടുകയാണ്. അതിലെ പ്രതി സർഫാസ് സാഹിൽ എന്ന് പറയുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരനാണ്. തൊട്ടടുത്ത ദിവസം BJPയുടെ ഡൽഹി ഘടകം പ്രസിഡന്റ് സച്ദേവ്, വീരേന്ദ്ര സച്ദേവ് പത്രസമ്മേളനം നടത്തി പറയുന്നത് എന്താ അറിയോ? ഡൽഹി ഈസ് റോക്ക്ഡ് ബൈ ലവ് ജിഹാദ് ഗാങ്സ് എന്നാണ്. ഇതേമാതിരിയുള്ളൊരു പ്രണയ കേസാണത്. പക്ഷേ ഇത് വളരെ പെട്ടെന്ന് ലവ് ജിഹാദായിട്ട് മാറുന്നു. പക്ഷേ ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ഇതേ കാര്യം ഞാൻ ആലോചിക്കുക. ഏപ്രിൽ 18 നേഹ സംഭവം കർണാടകയിലുണ്ടാകുന്നത്. ഏപ്രിൽ 20 നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ സംഭവം നടക്കുന്നു. ആലപ്പുഴ ചെന്നിത്തല കാരാഴ്മ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു വീട്ടിൽ കയറി ഒരാൾ, സജിന എന്ന് പറയുന്ന പെൺകുട്ടി, റാഷിദ്ദീൻ എന്ന് പറയുന്ന അവൻ്റെ അച്ഛൻ, അവിടെയുള്ള 5 ആളുകൾ മാരകമായി പരിക്കേൽപ്പിക്കുന്നു. വെട്ടിയത് രഞ്ജിത്ത് രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാൾ. പ്രശ്നം എന്താണ്? ഈ സജിനയെ ഇയാൾ പ്രപ്പോസ് ചെയ്യുന്നു, അവൾ റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിലുള്ള കലി കൊണ്ട് ഇയാൾ വെട്ടി 5 പേർ ആശുപത്രിയിലാകുകയാണ്. അത് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും വിഷയമായോ? ഏതെങ്കിലും നിലക്ക് അത് ഡിസ്കസ് ചെയ്യപ്പെട്ടോ? അങ്ങനെ ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമല്ല എന്നുള്ള, അത് ക്രൈമല്ല എന്നുള്ള നിലക്കല്ല. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. ബ്രേക്കപ്പ് ആകുന്നത്, പ്രപ്പോസൽ റിജക്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ പേരിൽ കലിപൂത്ത ആണുകൾ, ആണഹന്ത പോണ്ട ആളുകൾ പോയിട്ട് വെട്ടിക്കൊല്ലുകയും ആക്രമിക്കുകയും ആസിഡ് ഒഴിക്കുകയും ഒക്കെ ചെയ്യുന്ന എത്രയോ സംഭവങ്ങളുണ്ട്. പക്ഷേ അതിൽ ഒരു വശത്ത് പറയുമ്പോൾ അതിൽ വശത്ത് മുസ്ലിമാണുള്ളതെങ്കിൽ അതിന് വേറൊരു കളർ നൽകി വ്യാപകമായി പ്രചാരണം നടത്തുക എന്നുള്ളത് BJPയുടെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ്. അപ്പോൾ അതിനാവശ്യമുള്ള എല്ലാ എലമെൻസും ഒത്തുചേർന്ന ഒരു അസാധാരണമായിട്ടുള്ളൊരു സംഭവം, ഏറ്റവും മികച്ചൊരു സംഭവം എന്നുള്ളത് സന്ദേശ് ഖലിയുടെ ഒരു പ്രസക്തി അവരെ സംബന്ധിച്ചത്. അത് പരമാവധി അവർ കത്തിക്കാൻ ശ്രമിച്ചു. ആ ഒരു ബലൂണാണ് ഇന്നലെ പൊട്ടിയിരിക്കുന്നത്. അത് നമ്മൾ കാണേണ്ടത് ഒരു അമ്മയും മരുമകളുമാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്കൊരു വെള്ളക്കള്ളാസിൽ ഒപ്പിടിക്കുക മാത്രമാണ് ചെയ്തത്. സ്ഥലത്തെ BJPക്കാരെന്നല്ല കേട്ടോ അവർ പറഞ്ഞത്. ഡൽഹിയിൽ നിന്ന് വന്ന ഈ മഹിളാ കമ്മിൻ്റെ ദില്ലി മഹിളാ വാല എന്നാണ് പറഞ്ഞത്. ഈ ദേശീയ വനിതാ കമ്മീഷനാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇറങ്ങിക്കളിച്ചത് നമ്മൾ മനസ്സിലാക്കണം. അവർ വെള്ളക്കള്ളാസ് ഒപ്പിടിക്കുക മാത്രമാണ്, ഞങ്ങൾക്കിങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഒരു BJP താലൂക്ക് നേതാവിൻ്റെ, BJP പ്രവർത്തകൻ്റെ വീഡിയോ പുറത്തു വന്നിരുന്നു. ഇത് ഞങ്ങളുടെ സുവേന്ദു അധികാരിയുടെ നാടക സ്ക്രിപ്റ്റാണ്. സുവേന്ദു അധികാരി അവിടുത്തെ BJP നേതാവ്, സുവേന്ദു അധികാരിയുടെ സ്ക്രിപ്റ്റ് അനുസരിച്ചിട്ടുണ്ടായ കാര്യമാണ് ഇതെന്ന് പറഞ്ഞ് അയാൾ വീഡിയോ ഇറക്കുന്നു. പക്ഷേ അതേസമയം വൈകുന്നേരം ആകുമ്പോഴേക്ക് അയാൾ ആ വീഡിയോ ഡോക്ടേഡാണ്, വ്യാജമായി ഉണ്ടാക്കിയ വീഡിയോ ആണെന്ന് പറഞ്ഞ് CBIക്ക് പരാതിയൊക്കെ കൊടുക്കുന്നുണ്ട്. എനിവേ ഇതിൽ രാഷ്ട്രീയമായ കളികൾ നടന്നിട്ടുണ്ടെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഷാജഹാൻ ഷെയ്ഖ് എന്ന് പറയുന്നത് ഒരു സാധാരണ നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ കാണുന്ന ഈ ഗ്യാങ് ലീഡർ സ്വഭാവത്തിലുള്ള നേതാവാണ്. അദ്ദേഹം അവിടെ വലിയ അതിക്രമങ്ങൾ ചെയ്യുന്നുള്ള പരാതികൾ നേരത്തെ ഉണ്ട്. അയാൾ വലിയ സമ്പന്നനാണ്. ഈ മത്സ്യ ഫാമുകൾ ധാരാളമായിട്ട് നടത്തുന്ന ഒരാളാണ്. മത്സ്യ ഫാമുകൾ നടത്താൻ വേണ്ടി ഗ്രാമീണരുടെ ഭൂമി കയ്യേറുന്നുള്ള പരാതിയൊക്കെ നേരത്തെ ഉണ്ട്. EDയുടെ സംഘം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡിന് പോയപ്പോൾ നാട്ടുകാരെ സംഘടിച്ചിട്ട് EDയെ തടഞ്ഞ സംഭവം. ആ സംഭവത്തിന് തൊട്ട് ശേഷമാണ് കേട്ടോ ഈ ബലാത്സംഗ പരാതി പുറത്തു വരുന്നത്. എനിവേ ദേശീയ തലത്തിൽ BJP കെട്ടിപ്പടുത്ത അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചാരണ മെറ്റീരിയൽ അത് സമ്പൂർണ്ണമായി പൊളിഞ്ഞിരിക്കുകയാണ് ഇന്നലത്തെ സംഭവത്തോടുകൂടി. യെസ്, അതാണ് അജിംസ്. ഈ യുവതി പരാതി പിൻവലിച്ചതോടുകൂടി തന്നെ ഈ BJP നടത്തിയ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന അതുകൂടിയാണോ ഇപ്പോൾ പുറത്തു വരുന്നത്? അത് മാത്രമല്ല പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം മലയാളം ചാനലുകൾ അങ്ങനെ കാര്യമായിട്ട് വാർത്ത കൊടുത്തിട്ടില്ല. CV ആനന്ദബോസിനെതിരെ ഒരു പരാതിയുണ്ട്. അതായത് ബംഗാൾ ഗവർണർക്കെതിരെ രാജ്ഭവനിൽ ഒരു കരാർ ജീവനക്കാർ ഒരു പരാതി കൊടുത്തു. അപ്പോൾ ഈ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അധികാരത്തിലിരിക്കുന്ന ഒരു ഗവർണർക്കെതിരെ പോലീസിന് കേസെടുക്കാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ ഒരു പരാതി വന്നാൽ എന്ത് ചെയ്യുന്നുള്ളതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂ ആണ്.
ഒരു ഗവർണർ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതി. പോലീസിന് മുമ്പിൽ പരാതിയാണ്. അപ്പോൾ പോലീസ് എന്താണ്, FIR ഇടാതെ ഈ കേസ് അന്വേഷിക്കുകയാണ്. അന്വേഷിക്കാൻ തീരുമാനിക്കുന്നു. അന്വേഷണം നടക്കുന്നു. രാജ്ഭവനിൽ നിന്നുള്ള ഗവർണറെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. രാജ്ഭവനിലെ സ്റ്റാഫിനെ വിളിച്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. ഗവർണർ ഓർഡർ ഇടുന്നു, ആരും പോലീസുമായി സഹകരിക്കരുതെന്ന് ഓർഡർ ഇടുന്നു. CCTV ഫുട്ടേജ് പോലീസ് ആവശ്യപ്പെടുന്നു, കൊടുക്കുന്നില്ല. പകരം അവർ മറ്റുള്ളവർക്ക് രാജ്ഭവൻ മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കുന്നു. അങ്ങനെ പോവാണ്. പക്ഷേ ഈ പരാതിക്കാരി അവരുടെ കംപ്ലൈൻറ്റിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ ഈ സന്ദേശ് ഖലിയിൽ നടന്നത് ഒരു വ്യാജമായ ഒരു നമ്മൾ സൃഷ്ടിച്ചെടുത്ത ഒരു പരാതിയാണ്. ഒരു ബ്ലാങ്ക് പേപ്പറിൽ, അതായത് തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി കിട്ടിയിട്ടില്ല എന്ന പരാതി പറയാൻ വേണ്ടി ദേശീയ വനിതാ കമ്മീഷൻ ബംഗാൾ സന്ദർശിച്ചപ്പോൾ, ഈ സന്ദേശ് ഖലിയിൽ സന്ദർശിച്ചപ്പോൾ അവർക്കൊരു ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയതാണ്. അതിൽ എഴുതി ചേർത്താണ് പരാതി എന്നാണ് രണ്ടുപേരും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊരു വ്യാജ പരാതിയാണെന്ന് പൊളിഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഈ പരാതിയോ, CV ആനന്ദബോസിനെതിരെ ഒരു പരാതി നിൽക്കുകയാണ്. അതിൽ എന്ത് ചെയ്യണം? അപ്പോൾ ഈ എന്താണ്, ദ്രൗപദി മുർമു, രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് കത്തെഴുതിയിരിക്കുകയാണ് ഗവർണർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട്. ഇത് ചെറിയ കാര്യമല്ലോ. ഇതൊരു വാർത്തയായിട്ടുണ്ട്. അപ്പോൾ സന്ദേശ് ഖലി എന്ന് നമ്മൾ കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ഈ മെയ് മാസം വരെ നമ്മൾ കേട്ടു, എത്രയോ പ്രാവശ്യം കേട്ടു. മലയാളത്തിൽ ഉൾപ്പെടെ മാധ്യമങ്ങൾ ഈ ഷാജാൻ ഷെയ്ഖിൻ്റെ വാർത്തകളൊക്കെ കൊടുത്തു. CV ആനന്ദബോസ് എന്ന മലയാളിയായ ഗവർണർക്കെതിരെ ഒരു പെൺകുട്ടി പരാതി കൊടുത്തിട്ട്, അങ്ങനെ ഒരു പരാതി ഉയർന്നിട്ട് മലയാളത്തിൽ പോട്ടെ എവിടെയെങ്കിലും നമ്മളത് വാർത്തയായിട്ട് കാണുന്നുണ്ടോ? അതൊരു വലിയ സംഭവമല്ലേ? അപ്പോൾ ഈ ഒരു ബയസ് എപ്പോഴും ഉണ്ട്. പിന്നെ ബംഗാളിൽ ഈ BJP കളി കളിക്കും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ബംഗാൾ BJPയുടെ മാത്രമല്ല, RSSൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റാണ് ബംഗാൾ. RSSന് അങ്ങനെ വളരെ അവർ ഹാൻഡ് പിക്ക് ചെയ്ത് നൽകുന്ന ചില സ്റ്റേറ്റുകളുണ്ട്. അതിലൊന്ന് കേരളം കൂടിയാണ്. കേരളം അവരെ ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ള സ്റ്റേറ്റാണ്. ബംഗാൾ അങ്ങനെ ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ള, കശ്മീർ അവരങ്ങനെ ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ള സ്റ്റേറ്റാണ്. ഇങ്ങനെ തിരഞ്ഞെടുക്കാൻ കാരണമുണ്ട്. അസമും അവർക്ക് വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റാണ്. അത് ഈ മൈനോറിറ്റി പോപ്പുലേഷൻ്റെ എണ്ണം കൂടുതലുള്ള സ്ഥലങ്ങളെക്കുറിച്ച് അങ്ങനെ അവർ ഹാൻഡ് പിക്ക് ചെയ്യുക. ബംഗാളിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ബംഗാൾ അതിർത്തി സംസ്ഥാനമാണ്. നുഴഞ്ഞു കയറ്റം, ഇൻഫിൽട്രേഷൻ ധാരാളമായി നടക്കുന്ന RSSും BJPയും ധാരാളം കാലമായി ആരോപിക്കുന്ന ഒരു സ്ഥലമാണ്. CAA നടപ്പാക്കിയാൽ അതിൻ്റെ ഒരു ഹോട്ട് ബെഡായി മാറുന്ന ഒരു സ്റ്റേറ്റാണ് അസമിനെ പോലെ തന്നെ ബംഗാൾ. അപ്പോൾ അങ്ങനെ പല കാരണങ്ങളാൽ RSSന് വളരെ സെൻസിറ്റീവായ സംസ്ഥാനമാണ് ബംഗാൾ. അവരെത്രയോ വർഷങ്ങളായി, ഇപ്പം CPM 30-35 വർഷം തുടർച്ചയായിട്ട് അവിടെ ഭരിച്ചു. ആ ഭരിക്കുമ്പോഴൊക്കെയും RSS അവിടെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിശബ്ദമായി പണിയെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ RSSനെ സംബന്ധിച്ച്, BJPയെ സംബന്ധിച്ച്, ജനസംഘത്തെ സംബന്ധിച്ചും ബംഗാൾ അങ്ങനെ ഒരു അസ്പൃശ്യമായ സ്റ്റേറ്റൊന്നുമല്ല. തമിഴ്നാടോ കേരളം പോലെയൊന്നും അല്ല. അവിടെ അവർക്ക് വേരുകളുണ്ടായിരുന്നു. ഇപ്പോൾ ശ്യാം പ്രസാദ് മുഖർജിയൊക്കെ ബംഗാളിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ അവരവിടെ പണിയെടുത്തതിൻ്റെ ഫലമായിട്ടുണ്ടായ മാറ്റമാണ് ഇപ്പോൾ നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു മാറ്റമാണ് ഇപ്പോൾ നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് BJPയും RSSനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളൊരു സംസ്ഥാനം കൂടിയാണ് ബംഗാൾ. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം ഈ പോളറൈസേഷൻ വളരെ പെട്ടെന്ന് നടത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഡെമോഗ്രാഫിക് അവിടെയുണ്ട്. ഇപ്പോൾ തന്നെ ഈ BJP ജയിക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങൾ ശ്രദ്ധിക്കുക, വടക്കൻ ബംഗാളിൽ നിന്നാണ്. പ്രത്യേകിച്ച് സിലിഗുഡി, ഡാർജിലിംഗ് ആ ഏരിയയിൽ നിന്നുള്ള ലോക്സഭാ മണ്ഡലങ്ങളാണ് അവർ ജയിച്ചു വരുന്നത്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്, പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. പക്ഷേ ഈ പോളറൈസേഷൻ വളരെ പെട്ടെന്ന് നടത്താൻ കഴിയുമെന്നുള്ളതും ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്താൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. അപ്പോൾ ഈ വ്യാജ പ്രചരണങ്ങൾ നമ്മൾ ഇലക്ഷൻ്റെ സമയത്ത് മാത്രമാണല്ലോ കാണുന്നത്, അങ്ങനെയല്ല. അതിന് മെഷീനറി വർക്ക് ചെയ്യുന്നത് ഇലക്ഷൻ കഴിഞ്ഞാലും ഇലക്ഷൻ മുമ്പൊക്കെ അത് വർക്ക് ചെയ്യും. ഇപ്പോൾ ഇന്ന് എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മയ്ക്ക് 60 വയസ്സിന് മുകളിലുള്ള സ്ത്രീയാണ്. അവരുടെ വാട്സപ്പിൽ വന്നൊരു മെസ്സേജാണ്, പച്ച മലയാളത്തിലാണ്. പെൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്കറിയാമോ ശരീരഭാഗങ്ങൾ എവിടെ നിന്ന് വരുന്നു? അതായത് ഓർഗൻസ് എന്നാണ് ഉദ്ദേശിച്ചത്. എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷിലുള്ള എന്താണ് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടാണ്. 40 ലക്ഷം കൊടുത്ത് കിഡ്നി മാറ്റിത്തരാമെന്ന് കേട്ടിട്ടുണ്ടാകും. അതും ഏകദേശം 16-25 പ്രായമുള്ള വ്യക്തിയുടെ വൃക്ക. ഇനി ആലോചിച്ച് നോക്കൂ, ഈ ശരീരഭാഗങ്ങൾ എവിടെ നിന്ന് വരുന്നു? മോർച്ചറിൽ കിടന്ന മൃഗങ്ങളിൽ നിന്നല്ല വരുന്നത്. ഒരു സ്ഥലം കൂടിയുണ്ട്, അതാണ് ഇന്ത്യയിലെ ഇടത്തരം കുടുംബത്തിലെ പെൺകുട്ടികൾ. അവരാണ് ഈ അവയവദാനത്തിന് വിധേയരാകുന്നത്. ഈ പെൺകുട്ടികൾ സിഗരറ്റ്, ഗുഡ്ക, മദ്യം എന്നിവ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഗുഡ്ക ഇതിൽ ഉപയോഗിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഒറിജിനേറ്റർ ആണെന്ന് വളരെ പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഇതൊരു മലയാളിയാണെങ്കിൽ ഇത് ഗുഡ്ക എന്നല്ല ഉപയോഗിക്കുക, പാൻപരാഗ് എന്നാണ് ഉപയോഗിക്കുക. അവരുടെ പല്ലുകൾ, എല്ലുകൾ, കുടൽ, ത്വക്ക്, ഹൃദയം, കരൾ, വൃക്ക ഇതെല്ലാം തികഞ്ഞതും മാറ്റിവെക്കാൻ പാകത്തിലുള്ളതാണ്. ഈ പെൺകുട്ടികളെ പ്രണയത്തിൽ കുടുക്കി, ബ്രാക്കറ്റിൽ ലവ് ജിഹാദ്, അല്ലെങ്കിൽ ജോലി വാഗ്ദാനം ചെയ്ത് എവിടെയും കൊണ്ടുപോകാൻ എളുപ്പമാണ്. വളരെ സുന്ദരമായ സ്മാർട്ട് ഹീറോ ടൈപ്പ് ആൺകുട്ടികൾ ഈ പെൺകുട്ടികളെ കൊടുക്കുന്നു. ആ ആൺകുട്ടികൾ ശരിക്കും പ്രൊഫഷണൽ കുറ്റവാളികളാണ്. പണത്തിന് വേണ്ടി അവർക്ക് വേണ്ടി എന്തും ചെയ്യും. എല്ലാ വർഷവും 2 മുതൽ 2 മുതൽ 4 ലക്ഷം വരെ ഇടത്തരം കുടുംബത്തിലെ പെൺകുട്ടികളെ കാണാതാവുന്നു.
ഇങ്ങനെ പറഞ്ഞിട്ട് ഇത് നീണ്ട മെസ്സേജാണ്. ഈ കുട്ടികൾ ബൈക്ക് കയറ്റി കൊണ്ടുപോയിട്ട് സൈഡിൽ നിന്ന് കയറി. അപ്പം ഞാൻ പറഞ്ഞത് ഇത്തരം സന്ദേശങ്ങൾ ഇലക്ഷൻ ഇപ്പോൾ സന്ദേശ് ഖലീൽ ഒരു വ്യാജ പരാതിയാണ് ഉണ്ടായത്. ഇതൊരു വ്യാജ പ്രചാരണമാണ്. നമ്മൾ വിചാരിക്കുന്നത് ഇലക്ഷൻ സമയത്തേ അല്ല. നമ്മൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് വീണ്ടും മോദിയോ രാഹുലോ വേറെ ആരെങ്കിലൊക്കെ വന്ന് ഭരിക്കുന്ന വളരെ സന്തോഷമായിട്ട് ഭക്ഷണം കഴിച്ച് വാട്സപ്പ് തോണ്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മുമ്പിലേക്ക് ഇത് വരിക. ഇപ്പോൾ ഇതെങ്ങനെയാണ് ഒരാൾ വിശ്വസിക്കുന്നത് വെച്ചാൽ ഒരു ദിവസമല്ല വരിക. ഇതേ സന്ദേശം മറ്റൊരു സ്വഭാവത്തിൽ നാളെയും ഇയാൾ കാണുകയാണ്. 10 പ്രാവശ്യം കണ്ടു കഴിയുമ്പോൾ ഇത് സത്യമാണെന്ന് ഈ വായിക്കുന്ന ആൾക്ക് തോന്നും. അയാൾ ചിലപ്പോൾ BJP വോട്ട് ചെയ്യണ ആളാവണമെന്നില്ല, BJP വിരുദ്ധൻ പോലും ആയാം. ചിലപ്പോൾ അയാൾ CPM പ്രവർത്തകനാവും, കോൺഗ്രസ്സുകാരനാവും, കോൺഗ്രസ് സ്ഥിരം വോട്ട് ചെയ്യുന്ന ആളാവും, മുസ്ലിം ലീഗുകാരൻ പോലും ആവാം, വേറെ ഏത് പാർട്ടിയാവാം. പക്ഷെ ഇത് നിരന്തരം നമ്മൾ കണ്ടു കഴിയുമ്പോൾ ഇത് ശരിയായിരിക്കും എന്നൊരു തോന്നൽ, പ്രതീതി സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇലക്ഷൻ കഴിഞ്ഞ് ജൂൺ 4-ാം തീയതി മോദി മാറി, BJP മാറി, വേറൊരു പാർട്ടി അധികാരത്തിൽ ഒന്ന് കരുതുക, സങ്കല്പിക്കുക, ഇമാജിൻ. അതുകൊണ്ട് ഈ സാധനം മാറില്ല. ഇതിവിടെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ആ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം വീണ്ടും ഈ പറഞ്ഞ ദാവൂദ് സാഹിബ് പറഞ്ഞ താനാശാഹി ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇത് വിശ്വസിക്കുന്ന ജനങ്ങളാണ് വോട്ട് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. യെസ്, അതാണ്. എന്തായാലും സന്ദേശ് ഖലീലെ യുവതി ആ പരാതി പിൻവലിച്ചതോടുകൂടി തന്നെ അവിടെ അത്തരത്തിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് അത്തരം പരാതികൾ ഉയർന്നത് എന്നതുകൂടി വ്യക്തമാവുകയാണ്. അതിലൂടെ രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള BJPയുടെ ശ്രമങ്ങൾക്കാണ് അവിടെ മങ്ങലേറ്റിരിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ ഔട്ട് ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. നമസ്കാരം.